ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് കറണ്ട് ഫീലിങ്സ് ആണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞു, പിന്നെ 9/9 പോർട്ടലൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്, അവർക്കിപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ഉള്ളവരുടെ ആണെങ്കിൽ അത് കൂടുതൽ റെസണേറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് ഇത്. റീഡ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം ഈ സമയം അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിലൊരു അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഏതോ ഒരു അവസ്ഥയിൽ പെട്ടുപോയ ആൾക്കാർ, ചിലപ്പോൾ ഇവരുടെ സമയത്തിൻ്റെ പ്രശ്നമായിരിക്കാം. ഇവർ കുറേ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇവരുടെ മനസ്സിലിപ്പോൾ വരുന്നില്ല. കാരണം കുറേ സിറ്റുവേഷൻസ് ഉണ്ട് ഇവർക്ക് വേണമെങ്കിൽ നല്ലതായിട്ട് ചിന്തിക്കാൻ. പക്ഷെ അതൊന്നും ഇവർ ഉപയോഗപ്പെടുത്താതെ ഇവർ ഒരു ട്രാപ്പിൽ പെട്ടുപോയതുപോലെ, അത് ഇവർ തന്നെ ചെയ്ത ചില കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് ആയിട്ട് വന്ന ഒരു ട്രാപ്പായിരിക്കാം. അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിസ്സഹായരായിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ഒന്നും ചെയ്യാനില്ലാത്തതുപോലെയോ ഒന്നും ചെയ്യാൻ പറ്റാത്തതുപോലെയോ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഫൈവ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളോടൊരു മത്സരം ഉണ്ടായിരിക്കാം ഇവർക്ക്. നിങ്ങളെക്കുറിച്ച് അല്ലെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പം അവർ ഒരു മത്സര ബുദ്ധിയോടെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ചില ആൾക്കാർക്ക് ഇതൊരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് അത് പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇവർ കുറേ പുറത്തുള്ള സാഹചര്യത്തിൽ ഇവരത്ര കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരുടെ വർക്ക് പ്ലേസിൽ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കാം. പിന്നെ നിങ്ങളുമായിട്ടും ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിലാണെന്നാണ് കാണുന്നത്. കാരണം സിറ്റുവേഷൻ ഇപ്പോൾ തീരെ മോശമാണ്. ഇവരുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഇവരോട് മത്സരിക്കുന്നതായിട്ടൊക്കെ ഇവർക്ക് ഇപ്പം തോന്നുന്നുണ്ട്. ആരും ഇല്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നു, എനിക്ക് സഹായത്തിന് ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ. ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ അവർക്ക് നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ കുറച്ച് ആൾക്കാരൊരു അവരുടെ വർക്ക് പ്ലേസിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ ഒരു സമയം. അപ്പം ഇതിൽ കൂടുതൽ അവരുടെ സിറ്റുവേഷനാണ് കാണുന്നത്. അവരുടെ സിറ്റുവേഷൻ ഇപ്പം അത്ര ഫെയർ അല്ല. എന്തായാലും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതിരിക്കുന്നു, ഒട്ടും തന്നെ അനുകൂലമല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്തൊരു ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. നെഗറ്റീവ് തോട്ട്സ് ആണ്. അവരുടെ കാര്യങ്ങൾ പലതും നടക്കാതെ വന്നപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. വേറെ എന്തൊക്കെയോ ശക്തികൾ ഇവരെ നിയന്ത്രിക്കുന്നത് പോലെയാണ് ഇപ്പം അവർക്കും തോന്നുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ റിലേഷൻഷിപ്പിൽ ഈ സമയം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടും ഇവർക്ക് കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ആയിട്ടും ഇവർക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ആകെ ഒരു പ്രശ്നത്തിലകപ്പെട്ടു പോയതും നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നതും ഒരു ഇല്യൂഷനിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരൊന്നും സത്യത്തെ കാണാൻ ശ്രമിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവർക്ക്. അങ്ങനെ കാണുന്നുണ്ട്. അത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരെ
അലട്ടുന്നുണ്ട്, വേറെ ഏതൊക്കെയോ ശക്തികൾ ഇവരെ നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ഒരു ദൈവാധീനം നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് ഇതില്. ഇവരുടെ കൂടെ നിന്ന് ആരൊക്കെയോ ഇവരെ ശരിക്കും ചതിച്ചു, പറ്റിച്ചു, ഇവരെ അനങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സമയമുള്ളത്. പിന്നെ ചിലപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതിന്റെ ഒരു പ്രശ്നവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഇവർ വിശ്വസിച്ചതും ഇവരുടെ കൂടെ നിന്നതുമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവരുടെ തോൽവി കാണാൻ ആഗ്രഹിച്ച ആൾക്കാരാണെന്ന് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവർ വിശ്വസിച്ച ആൾക്കാരൊക്കെയും ചിലപ്പോൾ മുഖം മൂടി വെച്ചിട്ട് ഇവരെ തന്നെ പറ്റിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കൂടുതലും സിറ്റുവേഷനാണ് കാണുന്നത്. ഫീലിങ്സിനേക്കാളും ഒരു മോശം സിറ്റുവേഷനിൽ അവർ ഉൾപ്പെട്ടു പോയി എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിലും അവരാഗ്രഹിക്കുന്നതൊന്നും അവരുടെ കയ്യിലില്ല. കിങ് ഓഫ് കപ്സിന്റെ ഒരു ഷാഡോ സെൽഫാണ്, ഷാഡോ സൈഡാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന, യഥാർത്ഥത്തിൽ കൊടുക്കുന്ന സ്നേഹവും സപ്പോർട്ടും ഒന്നും ഇവർ കാണുന്നില്ല. ഇവർ കാണാത്ത കാര്യം, ഇവർക്ക് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഒരു തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവര് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് എന്തൊക്കെ ആണ് അവരുടെ മുന്നിലുള്ളതെന്ന് അവർക്ക് കാണാൻ പറ്റും. പക്ഷെ അവര് ശൂന്യതയിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അവരുടെ പ്രൊട്ടക്ഷൻ അവർ കാണുന്നില്ല, അവർക്ക് കൊടുക്കുന്ന സ്നേഹം അവർ കാണുന്നില്ല, അവരുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ അവർ കാണുന്നില്ല. കാരണം ഇപ്പൊ ചിലപ്പം ഇവർക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം പ്രശ്നങ്ങൾ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒന്നിലും അവർക്ക് കമ്മിറ്റഡ് ആകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിൽ മുഴുവൻ അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പം നിരാശയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. ഒരുപാട് തടസ്സങ്ങളും നഷ്ടബോധവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇതിപ്പോൾ എത്രമാത്രം ആൾക്കാർക്ക് ഇത് റെസണേറ്റ് ആകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഫുള്ളി ഇത് നെഗറ്റീവാണ് ഉള്ളത്. പിന്നെ ഇതിൽ അവർക്ക് ഈ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അവരെ വലിയ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു നഷ്ടബോധം എന്ന് മാത്രമല്ല, മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യം ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലും കിട്ടുന്നുള്ളത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയി എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അവര് ശരിക്കും അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പക്ഷെ നിങ്ങൾ വളരെ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ സ്റ്റേബിൾ ആണ്. ഇവരില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നവും. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അവരിപ്പം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. സിക്സ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോയി എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നും സ്വസ്ഥമായ ഒരിടത്തേക്ക് നിങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വളരെ കാമായിട്ടിരിക്കുന്നു, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നു, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നു ഒക്കെ. നിങ്ങൾ നോക്കുമ്പം അവരിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും മാറി വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് ഈ ഒരു സമയം അവർക്ക് മനസ്സിലാകുന്നത്. കാരണം നിങ്ങൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ വളരെ സേഫ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് കടന്നു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് നിങ്ങൾ ഇനി തിരിച്ചു വരാത്ത വണ്ണം അവരിൽ നിന്നും മാറിപ്പോയി എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്.
10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ചിലപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളതോ ചിലപ്പോൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ അവർ അലട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. ഇപ്പോൾ ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. മുന്നോട്ട് ജീവിക്കണമെന്ന് പോലും അറിയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ഈ ഒരു സമയത്ത് മാത്രം എനർജി ആയിരിക്കാം. നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നോക്കാം എന്താണെന്ന്. പക്ഷെ കറണ്ട് സിറ്റുവേഷൻ അവർക്ക് അവരുടെ വളരെ മോശമാണ് എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. എല്ലാ വശത്തു നിന്നും ഇവരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് 6 ഓഫ് പെൻഡക്കിൾസ് ആണ്. ആ 6 ഓഫ് പെൻഡക്കിൾസിന്റെയും ഷാഡോയാണുള്ളത്. അപ്പം ഈ കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവരുടെ പൈസ ചിലപ്പോൾ ബിസിനസ് ചെയ്ത പൈസയോ അല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ ഒന്നും കിട്ടാതെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ പൈസയുടെ ബുദ്ധിമുട്ടായിരിക്കണമല്ലോ ഒരാളിനെ ഏറ്റവും വലുതായിട്ട് അവരെ അലട്ടുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നു. കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. അപ്പം അത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് ശരിക്കും പ്രതീക്ഷയില്ല, അങ്ങനെ ഇരിക്കുന്ന എനർജിയാണ്. അപ്പം ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ. നമുക്ക് അതിൽ കറണ്ട് ഫീലിങ്സിനേക്കാളും സിറ്റുവേഷൻ മാത്രമാണ് കിട്ടിയത്. ഇപ്പം അവർ ചിന്തിക്കുന്നു ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കണം. കാരണം ഇപ്പം നിങ്ങൾ അവരുടെ കൂടെ ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ ഇല്ലായിരിക്കാം. ഇതാണ് അവരുടെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഇതാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് അറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.